നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. 27/1/26 തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലകൃഷ്ണനാഥ് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം, വാർത്താ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോകാം ദൃശ്യങ്ങളിലേക്ക്. പ്രിയമുള്ളവരെ, ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് ഈ സെക്രട്ടേറിയറ്റ് കാലങ്ങളായി നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടാണ് കേരളത്തിലെ ഈ സെക്രട്ടേറിയറ്റ്. ഇതുപോലെ തന്നെ ഒരു സമരം നടക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ ജന്തർ മന്ദർ. പോയിട്ടുള്ളവർക്കറിയാം, ഈ സമരങ്ങളൊക്കെ ഇത് ചില ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന സമരങ്ങളാണ്. പക്ഷേ ഈ നമ്മുടെ കരിമണൽ കൊള്ളക്കെതിരെ നടത്തുന്ന സമരം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ഭാരതദേശത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യം അമേരിക്ക പല തലത്തിൽ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊള്ളക്കെതിരെ കേരളത്തിലെ ജനങ്ങളുടേതായ ഒരു സമരം നിലനിൽക്കുന്നതുവരെ ആ സമരം ഇവിടെ തുടങ്ങുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ആളുകളെല്ലാം ഈ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദീർഘകാലത്തെ സമരത്തിൻ്റെ ചരിത്രം ഈ ഇരിക്കുന്ന ആളുകൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് കേരളം കാണാൻ പോകുന്ന അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഇവിടെ തുടങ്ങുകയാണ്, ഇവിടെ ഉയരുകയാണ്. ഇതിൽ നമ്മളോടൊപ്പം കേന്ദ്രത്തിൽ മന്ത്രി കസേരയിലിരിക്കുന്ന മന്ത്രിമാരും അവരുടെ പിന്തുണയ്ക്കുന്ന പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അമീർ സാറിനെ പോലുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധിയായി കേരളത്തിൽ കേന്ദ്രമന്ത്രിയുടെ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന അദ്ദേഹവും ഈ കരിമണൽ കൊള്ളക്കെതിരെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ കാര്യം. നമ്മൾ സെക്രട്ടേറിയറ്റിൽ സമരം തുടങ്ങുന്നത് പോലെ തന്നെ കരിമണൽ ഈ കൊള്ള നടക്കുന്ന പദ്ധതി പ്രദേശങ്ങളിൽ സ്നേഹിതന്മാരെ 15 വർഷമായിട്ട് നിങ്ങൾക്കറിയാം, അന്വേഷിച്ചാൽ 15 വർഷമായിട്ട് കരിമണൽ പദ്ധതി പ്രദേശത്ത് നിരവധി സമരങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമരങ്ങളെല്ലാം കർത്താവ് പണം കൊടുത്ത് കർത്താവിന് വേണ്ടി സമരം ചെയ്യാൻ സ്നേഹിതന്മാരെ. അതുകൊണ്ട് പദ്ധതി പ്രദേശങ്ങളിലെ സമരം എന്ന് പറയുന്നത് കരിമണൽ ലോബിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഈ കള്ളത്തട്ടിപ്പുകാരുടെ സമരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സമരം പാർലമെന്റിന്റെ മുന്നിൽ പോയി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് നമുക്ക് ഈ കാര്യം പറയുകയും എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ കരിമണൽ കൊള്ളക്കെതിരെ ഇടപെടുന്നില്ല എന്ന് ചോദിക്കാൻ തക്ക തരത്തിൽ നമ്മൾ പാർലമെന്റിലേക്ക് ഈ സമരം മാറ്റുകയാണ്, അങ്ങോട്ടേക്ക് നീട്ടുകയാണ്. ഒപ്പം നമ്മൾ കേരളത്തിലെ സമരം ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പോവുകയാണ്. അതിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി RLDയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ബാലകൃഷ്ണൻജി, വേദിയിലെ സത്യാഗ്രഹ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെയും പാർട്ടികളുടെയും സമുന്നതരായ നേതാക്കന്മാരെ, 1908 നടന്ന യാദൃച്ഛികമായ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിലെ, വിശേഷിച്ച് തെക്കൻ കേരളത്തിലെ കരിമണലിനെ സംബന്ധിച്ച്